ഗൈസ്, അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഈ ഒരു തുണിയായിട്ടാണ് കേട്ടോ. ഇത് നമ്മൾ പഴയ ഒരു തുണിയാണ്. ഇത്രയും മണ്ണുള്ളൊരു തുണിയാണ് കേട്ടോ. നല്ല അടിപൊളി ഡാർക്ക് റെഡ് കളറിൽ വരുന്ന അടിപൊളി തുണിയാണ്. ഇത് വെച്ചിട്ട് ഞാൻ കുറച്ച് ഫ്ലവേഴ്സ് മേക്ക് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് പോകാം കേട്ടോ. ഇത് വെച്ചിട്ട് മുൻപ് ഞാനൊരു ക്രാഫ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അത് കഴിഞ്ഞപ്പോൾ ബാക്കി വന്നൊരു പീസാണിത്. അപ്പോൾ ഒരു വെട്ടേഷൻ തുണിയാണ്. എന്തായാലും ഇത് വെച്ച് നമുക്ക് നല്ല ഒരു ഡെക്കോർ പോലത്തെ കുറച്ച് ഫ്ലവേഴ്സാണ് നമ്മൾ ഉണ്ടാക്കിയെടുക്കാൻ പോകുന്നത്. അപ്പോൾ അതെങ്ങനെയാണ് നോക്കട്ടോ. അതിന് മുൻപ് ആരെങ്കിലും ആദ്യമായിട്ട് എൻ്റെ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ എൻ്റെ പേര് അശ്വിനി എന്നാണ്. ഒന്ന് ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് കാണേ. അപ്പോൾ നമുക്ക് ഇതുമേലുള്ള പണി എങ്ങനെയാണ് നോക്കാം. അപ്പം നമ്മളിത് ആദ്യം തന്നെ ചെയ്യാൻ പോകുന്നത് നമുക്കിത് എത്ര മടക്കുകളാക്കിയിട്ട് മടക്കി വെക്കാൻ പറ്റുമോ അത്രയും മടക്കുകളാക്കിയിട്ട് നമ്മൾ മടക്കി വെക്കുന്നുണ്ട്. എന്നിട്ട് ഇത് കട്ട് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. അപ്പോൾ മടക്കുകൾ ഇങ്ങനെ നന്നായിട്ട് മടക്കിയിട്ട് ഒരുമിച്ച് കട്ട് ചെയ്യുമ്പോൾ നല്ല രീതിയിൽ അത് കുറേ കിട്ടുമല്ലോ. അപ്പോൾ അത് വേണ്ടിയിട്ട് ഇതേപോലെ ഞാൻ മടക്കി എടുത്തിട്ടുണ്ട്. വീണ്ടും ഞാനൊരു മടക്ക് കൂടെ കൊടുത്തിട്ടുണ്ടായിരുന്നു ഒരുമിച്ച് കട്ട് ചെയ്യാമെന്നൊക്കെ വിചാരിച്ചിട്ട്. എന്നിട്ട് ഞാനിത് ഈ ഒരു പേപ്പർ എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇത് ഞാനൊരു റൗണ്ട് ഷേപ്പിൽ കട്ട് ചെയ്തിട്ടുള്ള പേപ്പറാണ്. എന്നിട്ട് ആ ഒരു റൗണ്ട് ഷേപ്പ് ഈ ഒരു ക്ലോത്തിൻ്റെ മുകളിലായിട്ട് ഇതേപോലെ പിൻ ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇതെന്തിനാണെന്ന് വെച്ചാൽ നമ്മൾ ഈ ഒരു റൗണ്ട് ഷേപ്പിലാണ് നമുക്ക് ഈ ഒരു പീസുകളൊക്കെ കട്ട് ചെയ്തെടുക്കേണ്ടത്. അത് ഈസി ആയിട്ട് കട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ഒരു പേപ്പർ ഇതിൻ്റെ മേലെ ഇതേപോലെ പിൻ ചെയ്ത് കൊടുക്കുന്നത്. കാരണം നമുക്കിത് കട്ട് ചെയ്യുന്ന ടൈമിൽ നല്ല റൗണ്ട് ഷേപ്പിൽ തന്നെ എല്ലാം കിട്ടുകയും ചെയ്യും. നമുക്ക് ഒറ്റ കട്ടിന് തന്നെ കൂടുതൽ പീസ് കിട്ടുകയും ചെയ്യും. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഈ ഒരു റൗണ്ട് ഷേപ്പ് നമ്മളിങ്ങനെ കട്ട് ചെയ്ത് കൊടുക്കുന്നത് കേട്ടോ. നമുക്ക് എത്രയാണ് ആവശ്യം ആ ഒരു രീതിയിൽ പേപ്പറിൻ്റെ ഏതെങ്കിലും ഒരു പേപ്പറിൽ റൗണ്ട് ഷേപ്പ് കട്ട് ചെയ്തെടുക്കുക. അതിനുശേഷം നമുക്ക് ഇതിൻ്റെ മേലെ ഇങ്ങനെ വെച്ചിട്ട് ചെയ്ത് കൊടുത്താൽ ഈസി ആയിട്ട് തന്നെ കട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. ഞാൻ എപ്പോഴും ഇങ്ങനത്തെ ക്രാഫ്റ്റ് ചെയ്യുന്ന ടൈമിൽ എപ്പോഴും ഇങ്ങനെയാണ് ഈ ഒരു പേപ്പർ കട്ട് ചെയ്യുന്നത്. അപ്പോൾ അതിങ്ങനെ നീങ്ങിയിട്ട് എല്ലാം നമുക്ക് ഒരേ ഷേപ്പിൽ തന്നെ കിട്ടും. മറ്റേ നമ്മൾ ഓരോന്നോരോന്നായിട്ട് ഷേപ്പ് കട്ട് ചെയ്തെടുക്കുകയാണെങ്കിൽ ചിലപ്പം അളവൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും മാറിപ്പോകാനൊക്കെ ചാൻസ് ഉണ്ട്. അപ്പോൾ ഇത് ഈസി ആയിട്ട് കട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് കേട്ടോ. ഞാൻ നേരത്തെ ആ ഒരു ഇത് മടക്കിയിട്ട് ക്ലോത്ത് മടക്കിയ ടൈമിൽ നല്ല കട്ടിക്ക് മടക്കിയിട്ടുണ്ടായിരുന്നു. അതെനിക്ക് കട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ബുദ്ധിമുട്ട് വന്നപ്പം ഞാനത് വീണ്ടും പകുതിയാക്കിട്ടോ. കാരണം ഒരുപാട് ക്ലോത്ത് നമുക്ക് ഇതിൽ നിന്നും കട്ട് ചെയ്യാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. അതുകൊണ്ട് ഞാനത് നേരെ പകുതിയാക്കിയിട്ടാണ് കട്ട് ചെയ്ത് കൊടുത്തിട്ടുണ്ടായിരുന്നത്. അതിൽ നിന്ന് തന്നെ നമുക്ക് ഇത്രയും പീസുകളൊക്കെ കിട്ടിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ നമുക്ക് എത്ര ആവശ്യമാണോ അത്ര അതിനനുസരിച്ചിട്ട് എടുക്കാം കേട്ടോ. ഇനി നമുക്കിത് ഫ്ലവേഴ്സിൻ്റെ പെറ്റൽസ് ഉണ്ടാക്കി കൊടുക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് വീഡിയോയിൽ കാണുന്നത് പോലെ ഒന്ന് റൗണ്ടായിട്ട് മടക്കി എന്നിട്ട് അതിനെ ഹാഫായിട്ട് മടക്കി എന്നിട്ട് നമുക്ക് ഈ ഒരു ഷേപ്പിൽ കിട്ടും. എന്നിട്ട് ഈ ഒരു അറ്റത്ത് വെച്ചിട്ട് ഇതേപോലെ സൂചി നൂലിട്ടിട്ട് നല്ല രീതിയിൽ ഇങ്ങനെ ഒന്ന് ആ ഒരു സൂചി നൂലിട്ടിട്ട് മടക്കി ഒന്ന് വലിച്ചെടുക്കുന്നുണ്ട് കേട്ടോ. എല്ലാം തുറ്റി കൊടുത്തിട്ട് ഇത് ഈസി ആയിട്ട് തന്നെ നമുക്ക് മടക്കിയെടുക്കാൻ വേണ്ടിയിട്ട് പറ്റും കേട്ടോ. വലിയ പണിയൊന്നുമില്ല, നമുക്ക് ഈസി ആയിട്ട് തന്നെ ചെയ്യാം. ഞാൻ വീഡിയോ കാണുന്ന ടൈമിൽ ഉറപ്പായിട്ട് നിങ്ങൾക്ക് മനസ്സിലാവും. ഇപ്പോൾ ഒരു പെറ്റലിൽ നമ്മൾ 5 പെറ്റൽ വെച്ചിട്ടാണ് ചെയ്യുന്നത്. ഈ ഒരു ഷേപ്പിലാണ് നമ്മൾ മടക്കിയെടുക്കുന്നത്. ഞാൻ പറയുന്ന ടൈമിൽ ഒരു പക്ഷേ നിങ്ങൾക്ക് മനസ്സിലാവില്ല, പക്ഷേ വീഡിയോ കാണുന്ന ടൈമിൽ ഉറപ്പായിട്ട് മനസ്സിലാവും കേട്ടോ. നമുക്ക് വലിയ പണിയൊന്നുമില്ല കേട്ടോ. അങ്ങനെ 5 പെറ്റലാണ് നമ്മൾ ഒരു ഫ്ലവറിന് വേണ്ടിയിട്ട് ചെയ്തിട്ടുണ്ടായിരുന്നത്. നമ്മൾ മുല്ലയൊക്കെ കോർക്കുന്നത് പോലെ ഇങ്ങനെ ഓരോ പെറ്റലായിട്ട് ഇതേപോലെ ഈ ഒരു ഷേപ്പിൽ ഇങ്ങനെ ഒന്ന് തുന്നി എടുത്തിട്ട് അതിലേക്ക് ഇങ്ങനെ ഓരോന്നിട്ട് നമ്മൾ കോർത്ത് കൊടുക്കണം കേട്ടോ. ലാസ്റ്റ് എല്ലാം കൂടെ നമ്മളിങ്ങനെ കൂട്ടി ഒന്ന് കെട്ടി കൊടുക്കുകയാണ് കേട്ടോ. അതിനിടയിൽ ഞാനൊരു കാര്യം പറയാം. എൻ്റെ ചാനൽ ആരെങ്കിലും ആദ്യമായിട്ട് കാണുന്നുണ്ടെങ്കിൽ ഈ ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കണം. ഇതുപോലെ യൂസ്ഫുൾ ആയ ഒത്തിരി വീഡിയോസും കാര്യങ്ങളൊക്കെ ഞാൻ ഇടുന്നതാണ്. അപ്പോൾ നിങ്ങൾക്ക് ഇതിങ്ങനെ ട്രൈ ചെയ്ത് നോക്കാമല്ലോ വീഡിയോയിലൊക്കെ. അത് മാത്രമല്ല അങ്ങനെ നമ്മളിത് 5 പെറ്റലും റെഡിയാക്കി കഴിഞ്ഞിട്ട് എന്നിട്ട് നല്ല രീതിയിലൊന്ന് വലിച്ചിട്ട് ഈ ഒരു ഫ്ലവറിൻ്റെ ഷേപ്പിൽ നമ്മൾ കെട്ടിയെടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇത് ഇങ്ങനെ നല്ല രീതിയിൽ ഇങ്ങനെ കെട്ടിക്കൊടുക്കുന്ന ടൈമിൽ അത് ഓട്ടോമാറ്റിക്കലി ഒരു ഫ്ലവറിൻ്റെ ഷേപ്പിൽ നമുക്ക് കിട്ടിയിട്ടുണ്ടാവും. പിന്നെ അധികം ടൈറ്റ് ചെയ്ത് കെട്ടരുത് കേട്ടോ. കാരണം ടൈറ്റ് ചെയ്ത് കെട്ടിയാൽ നമുക്ക് ഇതിനുള്ളിൽ തണ്ടൊക്കെ സെറ്റ് ചെയ്ത് കൊടുക്കാനുള്ളതായിരുന്നു. അതുകൊണ്ട് തന്നെ നടുക്കുള്ള ഒരു ഹോള് കിട്ടില്ല. അപ്പോൾ ആ ഒരു ഹോള് കിട്ടാൻ വേണ്ടിയിട്ട് അധികം ടൈറ്റ് ചെയ്യാണ്ട് ശ്രദ്ധിക്കുക കേട്ടോ. അങ്ങനെ ചെയ്യാൻ പറ്റില്ല, ടൈറ്റ് ചെയ്യാണ്ട് ശ്രദ്ധിക്കുക. അപ്പോൾ ഇതാ നമ്മൾ ഇതേ ഷേപ്പിൽ തന്നെ 4 ഫ്ലവേഴ്സ് നമ്മൾ മേക്ക് ചെയ്തെടുത്തിട്ടുണ്ട് ഈ ഒരു രീതിയിൽ തന്നെ. അപ്പോൾ ഒരെണ്ണം ഉണ്ടാക്കുന്നത് മാത്രമേ ഞാൻ കാണിച്ചിട്ടുള്ളൂ. കാരണം ഒരെണ്ണം ഉണ്ടാക്കും പോലെ തന്നെയാണല്ലോ ബാക്കി ഉണ്ടാക്കുന്നത്. അപ്പോൾ നമ്മൾ കൂടുതൽ വീഡിയോ ലാഗ് ആക്കണ്ടല്ലോ. അപ്പോൾ ഇനി നമുക്ക് സെറ്റ് ചെയ്യാനുള്ളത് തണ്ടാണ്. അതായത് നമുക്ക് ഈ ഒരു ഫ്ലവറിന് തണ്ട് സെറ്റ് ചെയ്യാനുള്ളത്. അപ്പോൾ അത് സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ ഇതേപോലെ എൻ്റെ അടുത്തുണ്ടായിരുന്ന പഴയൊരു വനിതയിലെ ബുക്കിലെ പേജാണിത്. അപ്പോൾ ആ ഒരു പേജ് എടുത്തിട്ടുണ്ട്. എന്നിട്ട് അതിനെ 2 ആക്കിയിട്ട് ഇങ്ങനെ കട്ട് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇത് വെച്ചിട്ടാണ് നമ്മൾ സ്റ്റിക്കുകൾ ഉണ്ടാക്കിയെടുക്കാൻ പോകുന്നത്. സ്റ്റിക്കുകൾ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് വലിയ പണിയൊന്നുമില്ലല്ലോ. നമ്മൾ അധികം പറഞ്ഞു തരേണ്ട കാര്യങ്ങളൊന്നുമില്ല. ജസ്റ്റ് നമ്മുടെ കയ്യിലുള്ള ഏതെങ്കിലും പെന്നോ പെൻസിലോ എന്തെങ്കിലും എടുക്കുക. നേരിയതായിരിക്കുന്നതായിരിക്കും കേട്ടോ നല്ലത്. ഞാൻ പെയിൻറ്റിങ് ബ്രഷാണ് എടുത്തിട്ടുണ്ട്. എന്നിട്ട് അതുപോലെ ഇതിങ്ങനെ അതിൻ്റെ അറ്റത്ത് വെച്ച് കൊടുത്ത് നമ്മളിങ്ങനെ ഉരുട്ടി കൊടുക്കുമ്പോൾ നമുക്കിത് ആ സ്റ്റിക്കുകൾ റെഡിയാക്കി ഇടുന്നുണ്ട്. ലാസ്റ്റ് അതൊന്ന് ഈ ഒരു ഭാഗം നല്ല രീതിയിൽ ഗമ്മ് തേച്ചിട്ട് ഒട്ടിച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ എങ്ങനെയാ നമ്മൾ സ്റ്റിക്കുകൾ ഉണ്ടാക്കി എടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ 4 ഫ്ലവേഴ്സ് ആയിരുന്നു ഉണ്ടാക്കിയിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ 4 സ്റ്റിക്കുകളാണ് ആവശ്യം. അപ്പോൾ അതാ നമ്മൾ 4 എണ്ണവും ഇതേപോലെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ചെയ്യാനുള്ളത് ഇതിൻ്റെ മേലൊന്ന് പെയിൻറ്റ് ചെയ്ത് കൊടുക്കണം. അതായത് നമ്മൾ തണ്ടാണല്ലോ. അപ്പോൾ തണ്ടിന് വേണ്ടിയിട്ട് നമ്മൾ സാധാരണ ഏതാണ് ഗ്രീൻ കളറാണ്, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള കളർ എടുക്കുക. അതായത് തണ്ടിൻ്റെ കളറായിരിക്കണം എന്ന് മാത്രമേ നമുക്ക് ബ്രൗൺ കളറൊക്കെ എടുക്കാം കേട്ടോ. അപ്പം ഞാനിങ്ങനെ ഓരോന്നും നല്ല രീതിയിൽ എൻ്റെ അടുത്തുണ്ടായിരുന്നത് ഈ ഒരു ഗ്രീൻ കളറായിരുന്നു. നമ്മുടെ ഗ്രീൻ ടാപ്പൊക്കെ ഏകദേശം ഈ ഒരു കളറിലാണല്ലോ വരിക. അപ്പം ഞാൻ ഈ ഒരു കളർ തന്നെയാണ് ചെയ്തിട്ടുണ്ടായിരുന്നത്. കാരണം നമുക്ക് ഗ്രീൻ ടാപ്പും കൂടെ ചുറ്റി കൊടുക്കേണ്ട ആവശ്യമുണ്ട്. അതുകൊണ്ട് തന്നെ ഞാൻ വിചാരിച്ചു ഗ്രീൻ ടാപ്പിൻ്റെ ആ ഒരു കളർ തന്നെ എടുക്കാമെന്ന്. എന്നിട്ട് നമ്മൾ നല്ല രീതിയിൽ ഇത് പെയിൻറ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്.
ഈ ഒരു സ്റ്റിക്ക് പെയിൻറ്റ് ചെയ്ത് കൊടുക്കുന്ന ടൈമിൽ ഞാനതിലൊരു തുള്ളി വെള്ളം ആഡ് ചെയ്തിട്ടുണ്ട്. കാരണം ഇതിൽ നമ്മൾ വെള്ളം ആഡ് ചെയ്തിട്ട് ചെയ്യുന്ന ടൈമിൽ നമുക്ക് പെട്ടെന്ന് തന്നെ പെയിൻറ്റ് സ്പ്രെഡായിട്ട് കിട്ടും. നമ്മൾ കട്ടിയുള്ള പെയിൻറ്റാണ്, അതായത് എൻ്റെ അടുത്ത് ഉണ്ടായിരുന്നത് ഡോംസിൻ്റെ പെയിൻറ്റാണ്. അപ്പോൾ ഡോംസിൻ്റെ പെയിൻറ്റ് എന്ന് പറഞ്ഞാൽ സാധാരണ മറ്റു പെയിൻറ്റിനെ അപേക്ഷിച്ചിട്ട് കട്ടി കൂടുതലാണ്. എൻ്റെത് കിട്ടിയത് എക്സ്പയറി ഡേറ്റ് കഴിഞ്ഞ് പോയതുകൊണ്ടാണോ അങ്ങനെയാണോ എന്നറിയില്ല കേട്ടോ. എന്തായാലും എൻ്റെ അടുത്ത് ഉണ്ടായിരുന്ന ഡോംസിൻ്റെ പെയിൻറ്റ് ഭയങ്കര കട്ടിയാണ്. അപ്പോൾ ഞാൻ എപ്പോഴും അതിൽ കുറച്ച് വെള്ളം ആഡ് ചെയ്തു. അല്ലെങ്കിലും നമ്മൾ സാധാരണ പേപ്പറിലൊക്കെ പെയിൻറ്റ് ചെയ്യുന്ന ടൈമിൽ അല്ലെങ്കിൽ കാർഡ്ബോർഡിൽ എന്തെങ്കിലും ക്രാഫ്റ്റൊക്കെ ചെയ്യുന്ന ടൈമിലൊക്കെ ഞാൻ ഇതുപോലെ വെള്ളം ആഡ് ചെയ്തിട്ടാണ് പെയിൻറ്റ് ചെയ്യാറ്. പെയിൻറ്റ് ഇങ്ങനെ പെട്ടെന്ന് തന്നെ ചെയ്ത് കിട്ടുകയും ചെയ്യും. അതേപോലെ തന്നെ നമുക്ക് എല്ലാവിടെയും നമുക്ക് ഈസി ആയിട്ട് തന്നെ നല്ല കുറച്ച് കട്ടി കുറഞ്ഞ പെയിൻറ്റ് ആയതുകൊണ്ട് തന്നെ പെട്ടെന്ന് തന്നെ ചെയ്ത് കഴിയും. അതേപോലെ തന്നെ ഡ്രൈ ആവാൻ വേണ്ടിയിട്ട് വലിയ ബുദ്ധിമുട്ടൊന്നും ഉണ്ടാവില്ല. നമ്മൾ പെയിൻറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന ടൈമിൽ തന്നെ ചിലപ്പോൾ ഇങ്ങനെ പേപ്പറിലൊക്കെ പെയിൻറ്റ് ഡ്രൈ ആയി പോകും. അപ്പോൾ നമുക്ക് സ്പ്രെഡ് ആവാനൊക്കെ ബുദ്ധിമുട്ടായിരിക്കും കേട്ടോ. പക്ഷേ ഇതങ്ങനെയല്ല, ഇത് നമ്മളിങ്ങനെ പെയിൻറ്റ് ചെയ്യുമ്പോഴും നല്ല രീതിയിൽ സ്പ്രെഡായിട്ട് കിട്ടും. അങ്ങനെ നമ്മളത് 4 സ്റ്റിക്കും പെയിൻറ്റ് ചെയ്തിട്ട് നല്ല രീതിയിൽ ഡ്രൈ ആവാൻ വേണ്ടി മാറ്റി വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതിൽ തുള്ളി വെള്ളം ആയതുകൊണ്ട് കുറച്ച് സമയമൊക്കെ വേണം ഡ്രൈ ആയിട്ട് കിട്ടാൻ വേണ്ടിയിട്ട്. അപ്പോൾ നമ്മളത് ഡ്രൈ ആവാൻ വേണ്ടി മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി നിങ്ങൾക്ക് ഇത് ചെയ്യാൻ വേണ്ടിയിട്ട് ഈ ഒരു പേപ്പർ സ്റ്റിക്കുകൾ തന്നെ ആവശ്യമില്ല. നമുക്ക് തണ്ടിന് വേണ്ടിയിട്ട് അല്ലെങ്കിൽ ഈർക്കിലിൻ്റെ മേലെ ഗ്രീൻ ടാപ്പ് ചുറ്റിട്ടോ അങ്ങനെയൊക്കെ എടുക്കാം കേട്ടോ. പെയിൻറ്റ് ഇല്ലെങ്കിൽ അതേപോലെ തന്നെ നമുക്ക് ഇതുപോലെ സ്റ്റിക്കുകൾ ഉണ്ടാക്കിയിട്ട് പെയിൻറ്റ് ഇല്ലെങ്കിൽ ഏതെങ്കിലും ഗ്രീൻ കളർ പേപ്പർ വെച്ചിട്ട് നല്ല രീതിയിൽ ഒരു തണ്ട് പോലെ കവർ ചെയ്ത് കൊടുത്താലും മതി കേട്ടോ. അങ്ങനെയൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. അപ്പോൾ നമ്മളതെല്ലാം നല്ല രീതിയിൽ ഡ്രൈ ആവാൻ വേണ്ടി മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു. ഇനി നമ്മൾ വീണ്ടും എൻ്റെ അടുത്തുണ്ടായിരുന്ന കുറച്ച് പഴയ പേപ്പേഴ്സാണ് ഇതും. ആ ഒരു വനിതയിൽ തന്നെ ഉണ്ടായിരുന്നതാണ്. അത് ഇതുപോലെ ഇങ്ങനെ ചെറിയ ചെറിയ കുട്ടി കുട്ടി പീസുകളാക്കിയിട്ട് നമ്മൾ കട്ട് ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇതെന്തിനാണെന്ന് വെച്ചാൽ നമുക്ക് പൂവിൻ്റെ നടുക്ക് സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ അതിങ്ങനെയല്ല നമ്മൾ സെറ്റ് ചെയ്യുന്നത്. ഇത് വെച്ചിട്ട് ഇത് ജസ്റ്റ് കവർ ചെയ്ത് കളയും കേട്ടോ. അപ്പോൾ അങ്ങനെ നമ്മളിതാ കുട്ടി കുട്ടി പീസിലാക്കി ഇതൊക്കെ നമ്മൾ കട്ട് ചെയ്ത് എടുക്കുന്നുണ്ട്. ഇനി ഇതിന് പകരം നിങ്ങൾക്ക് സാധാരണ ഏതെങ്കിലും തുണി കഷ്ണങ്ങളൊക്കെ ഉണ്ടാവില്ല, നമുക്ക് വേണ്ടാത്ത തുണി കഷ്ണങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതും ഇങ്ങനെ ചെറിയ ചെറിയ പീസുകളാക്കിയിട്ട് എടുത്താലും മതി കേട്ടോ. അപ്പോൾ ഇതേനും ഞാൻ എടുത്തിട്ടുള്ളത് ഇത് നമ്മുടെ കടയിൽ നിന്ന് സാധനങ്ങളൊക്കെ വാങ്ങിക്കുമ്പോൾ ആ ഒരു ടൈമിൽ കിട്ടുന്ന ക്യാരി ബാഗില്ല, അതായത് കവർ, ആ ഒരു കവറാണ് ഞാൻ എടുത്തിട്ടുള്ളത്. കവറിൽ നിന്നും ഞാൻ ഇതേപോലെ ഇത്രയുള്ളൊരു പീസ് ഞാൻ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. എന്നിട്ട് ഞാനിത് ഇതേപോലെ അതിൻ്റെ ഉള്ളിൽ ഇങ്ങനെ നിറച്ച് കൊടുത്തിട്ട് ഇങ്ങനെ നല്ല രീതിയിൽ ഒന്ന് ടൈറ്റ് ചെയ്ത് കൊടുത്തു. പിന്നെ ഒന്ന് തുറന്നിട്ട് നല്ല രീതിയിൽ ആ ഒരു അതിൽ കുറച്ച് പേപ്പേഴ്സും കാര്യങ്ങളൊക്കെ വീണ്ടും നിറച്ചിട്ട് വീണ്ടും ഒന്നിങ്ങനെ ഈ ഒരു രീതിയിൽ ഇങ്ങനെ ടൈറ്റ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇതൊരു ബോളിൻ്റെ ഷേപ്പിലാണ് നമുക്ക് ആവശ്യം കിട്ടേണ്ടത്, ചെറിയ ബോളിൻ്റെ ഷേപ്പിൽ. ഈ ഒരു മഞ്ഞ ബാഗ്, അതായത് ആ ഒരു കവർ കട്ട് ചെയ്ത ടൈമിൽ ഞാൻ അളവും കാര്യങ്ങളൊന്നും മെൻഷൻ ചെയ്യുന്നില്ല. എന്തായാലും അത്യാവശ്യം വലുപ്പത്തിലുള്ള ഒരു പീസ് തന്നെ കട്ട് ചെയ്തെടുക്കാം കേട്ടോ. അപ്പോൾ ഞാൻ ഈ ഒരു കവർ എന്ന് പറയുന്നത് കുറച്ച് മുന്നേ വാങ്ങിച്ച് വെച്ചിട്ടുള്ളതായിരുന്നു, എടുത്ത് വെച്ചിട്ടുള്ളതായിരുന്നു ക്രാഫ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഒരു ക്രാഫ്റ്റ് ചെയ്തതിൻ്റെ ബാക്കിയാണ് ഒരു ചെറിയൊരു പീസ്. വീണ്ടും എന്തെങ്കിലും ക്രാഫ്റ്റ് ചെയ്യാമെന്ന് വിചാരിച്ച് എടുത്ത് വെച്ചതാണ്. ആദ്യമായിട്ടാണ് നമ്മൾ എടുത്ത് വെച്ചത്, അതായത് മാറ്റി വെച്ചിട്ട് ഉള്ളൊരു സാധനം നമ്മൾ വീണ്ടും എടുത്ത് ഉപയോഗിക്കുന്നത് ആദ്യമായിട്ടാണ് കേട്ടോ. അപ്പോൾ ഇതാ നമ്മൾ ഇനി ചെയ്യാൻ പോകുന്നത്, നമ്മൾ നേരത്തെ തണ്ട് റെഡിയാക്കി വെച്ചിട്ടുണ്ടായിരുന്നു, ആ ഒരു തണ്ടും കൂടെ ഇതിൻ്റെ ഉള്ളിലേക്ക് ഇതേപോലെ സെറ്റ് ചെയ്ത് കൊടുത്തിട്ട് നല്ല രീതിയിൽ അതൊന്നിങ്ങനെ ജസ്റ്റ് ഇങ്ങനെ കൈ വെച്ചിട്ട് തന്നെ ടൈറ്റ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം നമ്മൾ നേരത്തെ ഉണ്ടാക്കി വെച്ചിരുന്ന ആ ഒരു ഫ്ലവർ എടുത്തിട്ടുണ്ട്. എന്നിട്ട് അതിങ്ങനെ ആ ഒരു തണ്ടിൻ്റെ അടിയിൽ നിന്നും മുകളിലേക്ക് കൊണ്ടുവന്നിട്ട് നമ്മൾ ഈ ഒരു രീതിയിൽ ഇങ്ങനെ സെറ്റ് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ അത് ആ ഒരു മഞ്ഞ കവർ ഉണ്ടല്ലോ, അത് നല്ല രീതിയിൽ സെക്യൂർ ആയിട്ട് അവിടെ നിന്ന് കിട്ടിയിട്ടുണ്ട്. ആദ്യം ഞാൻ വിചാരിച്ചിട്ടുണ്ടായിരുന്നു അതൊന്ന് കെട്ടി വെച്ചതിന് ശേഷം ഇങ്ങനെ കടത്തി കൊടുക്കാൻ നോക്കും. പക്ഷേ അതിൻ്റെ ഒന്നും ആവശ്യമില്ല കേട്ടോ, കാരണം നല്ല രീതിയിൽ ടൈറ്റ് ആയിട്ട് തന്നെ നിൽക്കുന്നുണ്ടായിരുന്നു. പക്ഷേ നമ്മളൊരു കാര്യം ശ്രദ്ധിക്കേണ്ടത്, ആ ഒരു ഫ്ലവർ നല്ല രീതിയിൽ ഇങ്ങനെ കെട്ടി കൊടുക്കണം. അതായത് നമ്മൾ അധികം മുറുക്കിയിട്ട് കെട്ടിയില്ലെങ്കിൽ ആ ഒരു വലിക്കുന്ന ടൈമിൽ അധികം വലിച്ചിട്ട് കെട്ടണ്ട, ചെറിയൊരു ഹോൾ അവിടെ വേണം. പക്ഷേങ്കിൽ നമ്മൾ കെട്ടുന്ന ടൈമിൽ കുറച്ച് ടൈറ്റ് ആക്കിയിട്ട് തന്നെ ആ ഒരു കെട്ടുണ്ടല്ലോ അത് നല്ല രീതിയിൽ സെക്യൂറായിട്ട് കെട്ടി കൊടുക്കുക. കാരണം അത് അഴിഞ്ഞു പോയാൽ ഈ ഒരു ഫ്ലവറെ കൊളായി പോട്ടും. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ്. അപ്പോൾ നമ്മളിത് അടുത്ത ഫ്ലവേഴ്സും ഇതേപോലെ തന്നെ സെറ്റ് ചെയ്തിട്ടുണ്ട്. നമുക്കിത് വീഡിയോ കാണുന്ന ടൈമിൽ നിങ്ങൾക്ക് മനസ്സിലാവും കേട്ടോ എങ്ങനെയാണ് നമ്മൾ ചെയ്തിട്ടുള്ളതെന്ന്. ജസ്റ്റ് ഇങ്ങനെ ആ ഒരു മഞ്ഞ തുണി ഉണ്ടല്ലോ അത് ജസ്റ്റ് ഇങ്ങനെ നമ്മൾ നല്ല രീതിയിൽ മടക്കിയിട്ട് സെക്യൂർ ചെയ്ത് വെച്ച് കൊടുക്കുന്നുണ്ട്, കാരണം ആ ഒരു പേപ്പേഴ്സ് ഒന്നും പുറത്ത് വരാതിരിക്കാൻ വേണ്ടിയിട്ട്. എന്നിട്ട് ജസ്റ്റ് നമ്മൾ ഈ ഒരു പേപ്പർ ഇതേപോലെ ആ ഒരു ഫ്ലവർ ഇതേപോലെ കടത്തി കൊടുത്താൽ മാത്രം മതി. ഇതിൻ്റെ അടിയിൽ നമ്മൾ വീണ്ടും ഇങ്ങനെ ഗ്രീൻ ടാപ്പൊക്കെ വെച്ചിട്ട് ഒട്ടിക്കുന്നുണ്ട്, അതുകൊണ്ട് തന്നെ ഇത് സെക്യൂർ ആണ്. ഇതിൽ കൂടുതൽ പണിയും കാര്യങ്ങളൊന്നും ഇനി ഇല്ല കേട്ടോ. ഇനി നമ്മൾ ഗ്രീൻ ടാപ്പാണ് ഇതേപോലെ ഒട്ടിച്ച് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ഇത് ഗ്രീൻ ടാപ്പ് ഒട്ടിച്ചാൽ ഈ ഒരു രീതിയിൽ കിട്ടും കേട്ടോ. ആ ഒരു മഞ്ഞ ഭാഗമില്ല അത് അടിയിൽ കാണിക്കുന്നതൊന്നും അതൊന്നും കാണില്ല കേട്ടോ. ഞാൻ ആദ്യം ഒരെണ്ണം ഒട്ടിച്ച് നോക്കി, അതിന് ശേഷമാണ് ഞാനിത് കാണിച്ചു തരുന്നത് കേട്ടോ. അതുകൊണ്ട് ആദ്യം ഒട്ടിച്ചത് ശരിക്കും പറഞ്ഞാൽ ഒരു എക്സ്പെരിമെൻ്റ് ആയിരുന്നു, കാരണം ഇത് റെഡിയാവുമെന്നൊന്നും അറിയില്ല. അപ്പോൾ ഞാൻ ആദ്യം തന്നെ ഗ്രീൻ ടാപ്പ് ഒട്ടിക്കുന്ന ടൈമിൽ കുറച്ച് ഫെവിക്കോൾ ആക്കി കൊടുത്തിട്ട് അതിങ്ങനെ ടൈറ്റ് ചെയ്ത് ഒന്ന് വരച്ച് കൊടുത്തിട്ട് കുറച്ച് ടൈറ്റ് ചെയ്തിട്ടാണ് ഇങ്ങനെ റോൾ ചെയ്ത് എടുക്കാൻ കേട്ടോ. അപ്പോൾ അത് നല്ലൊരു ഷേപ്പിൽ നമുക്കിങ്ങനെ കിട്ടും കേട്ടോ. നമുക്കിങ്ങനെ പൂവിൻ്റെ ഒക്കെ അടിയിൽ ഇങ്ങനെ കുറച്ച് തണ്ട് പോലത്തെ ഒരു സംഭവം ഉണ്ടാവുമല്ലോ, അത് തന്നെയാണ് അത്രയും ഉദ്ദേശിച്ചിട്ടുള്ളൂ. ഞാനിത് വെച്ചിട്ട് എനിക്ക് നല്ല രീതിയിൽ ഇങ്ങനെ ഒരിത്തിരി വരച്ച് കൊടുത്താൽ മതി. പിന്നെ നമ്മൾ ഈ ഒരു ഫെവിക്കോളൊന്നും ഒട്ടിച്ച് കൊടുക്കണം കേട്ടോ. ഈ ഒരു ഗ്രീൻ ടാപ്പിന് വേണ്ടിയിട്ട് നമ്മൾ ജസ്റ്റ് ഇങ്ങനെ വരച്ച് കൊടുക്കുന്തോറും അതിനുള്ളിലൊരു പശ വന്നിട്ട് ജസ്റ്റ് അതിങ്ങനെ ഒട്ടി അങ്ങ് നിന്നു കേട്ടോ. അപ്പോൾ അങ്ങനെ നമ്മൾ അടിഭാഗം വരെ ഇതേപോലെ ഒന്ന് വരച്ചിട്ട് ചെറിയ രീതിയിലൊന്ന് വരച്ചാൽ മതി. നല്ല രീതിയിൽ വരച്ചാൽ ആ ഒരു ഗ്രീൻ ടാപ്പ് ഇങ്ങനെ കീറിപ്പോകും കേട്ടോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ ചെറിയ രീതിയിലൊന്ന് വരച്ച് കൊടുക്കുക. അങ്ങനെ നമ്മൾ അവസാനത്തെ ആ ഒരു ഭാഗം ഉണ്ടല്ലോ അതും കൂടെ നല്ല രീതിയിൽ ഒന്ന് ഒട്ടിച്ച് സെക്യൂർ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അങ്ങനെ നമ്മുടെ ഫ്ലവേഴ്സൊക്കെ ഇവിടെ റെഡി ആയിട്ടുണ്ട്.
അപ്പോൾ ഇതായിരുന്നു നമ്മുടെ ഈ ഒരു പഴയ തുണി കൊണ്ട് ഉണ്ടാക്കിയിട്ടുള്ള ഫ്ലവേഴ്സിൻ്റെ ഫൈനൽ ലുക്ക് എന്ന് പറയുന്നത്. ഇതെന്തായാലും അടിപൊളിയായിട്ടില്ല. ഇതിൻ്റെ ഫൈനൽ ലുക്ക് എനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. ഒരു 100%-ൽ ഒരു 99% സാറ്റിസ്ഫാക്ഷനുള്ളൊരു പിന്നെ വർക്കായിരുന്നു ഇത്. കാണുന്ന ടൈമിൽ നിങ്ങൾക്ക് മനസ്സിലാവും എന്തായാലും ഈ ഒരു ഇത് ആ ഒരു ഫ്ലവറിൻ്റെ കളറും കൂടെ ആ ഒരു ക്ലോത്തിൻ്റെ കളറും കൂടെ റെഡ് ആയതുകൊണ്ട് നല്ല രീതിയിൽ എനിക്ക് ഇഷ്ടപ്പെട്ടു. അപ്പോൾ ഇതുപോലെ കളയാൻ വെച്ച പഴയ കവറും നമ്മൾ എടുത്തിട്ടുണ്ട്. ഇതുപോലെ പഴയ തുണികളൊക്കെ ഉണ്ടെങ്കിൽ ഈ ഒരു സംഭവം എന്തായാലും ട്രൈ ചെയ്ത് നോക്കുക. ഈസിയാണ്, നമുക്ക് ഈസി ആയിട്ട് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് പറ്റും. അപ്പോൾ ഇതുപോലുള്ള ആൾക്കാരുടെ വീഡിയോസിന് വേണ്ടിയിട്ട് എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണേ. അപ്പോൾ ടാറ്റാ.